അസ്സലാമു അലൈക്കും. ഞാൻ സലീംകുടി. പ്രിയ കൂട്ടുകാരെ, അന്തരീക്ഷമാകെ ശബ്ദമുഖരിതമാണ്. വിഷയം മറ്റൊന്നുമല്ല. ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, വിശ്വമഹാപണ്ഡിതൻ, കിരീടം വെക്കാത്ത രാജകുമാരൻ കാന്തപുരം എബി അബൂബക്കർ മുസ്ലിയാർ ഡൽഹിയിൽ ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നീണ്ട അരമണിക്കൂർ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ മനുഷ്യരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ മോഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതൊക്കെ വാർത്തകളായി ചാനലുകാരൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ മാളത്തിൽ നിന്ന് ചില ആളുകൾ പുറത്തിയാടിയിട്ടുണ്ട്. ആ പഴയ പല്ലവിയുമായിട്ട് കാവ്യ മൗലാന, സംഗീച്ചാരൻ, കൊട്ടാര പണ്ഡിതൻ കുറെ കാലയിലെ കൂട്ടരങ്ങളിൽ പണി തുടങ്ങിയിട്ട് കാന്തപുരം മുസ്താന്റെ പിന്നിൽ സൈക്കിളെടുത്ത് കൂടിയിട്ട് നിങ്ങളെ സൈക്കിള് പഞ്ചറാവല്ലാതെ എവിടെയും എത്താൻ പോണില്ല. നിങ്ങൾ ഭൂമിയിൽ കാണുന്ന ഉസ്താദ് മാനത്ത് കാണും. അതാണ് കാന്തപുരം ഉസ്താദ്. അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഒരു ചാനലുകാരന് നടത്തിയ അഭിമുഖത്തിൽ ഉസ്താദിനോട് ചോദിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ സംതൃപ്തരാണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ് റുക്കാവട്ട് നെയ്യേ. ഇപ്പൊ റുക്കാവട്ടിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ പരിധി നടക്കുക പല ആളുകളും. ഇന്ത്യൻ മുസ്ലിംകൾ വരെ തടസ്സവുമില്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കൂടെ പറയുന്നുണ്ട്. പള്ളികൾ നിർമ്മിക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, ദീനീയ പ്രബോധനത്തിന് ഒന്നും ഇവിടെ ഒരു തടസ്സമില്ല എന്ന് ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. അതിനെ കൊണ്ടുപോയിട്ട് വ്യാഖ്യാനിച്ചിട്ട് കാന്തപുരം പറഞ്ഞിരിക്കുന്നു മോഡിയുടെ ഭരണത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയാണ്. വല്ലാത്ത ജാതി അർത്ഥം വെക്കല്. ഉസ്താദ് എല്ലായിടത്തും പോവാറുണ്ട്. ഉസ്താദിന്റെ ആട് മുമ്പിലും ഏത് വർണ്ണാതിനു മുമ്പിലും തന്റെ അടുത്തോടു കൂടി ചെങ്കുറപ്പോടുകൂടി കാര്യങ്ങൾ പറയാൻ ആരും ഭയപ്പെടേണ്ടതില്ല. അത് ഉസ്താദ് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പോരാ. നിങ്ങൾക്ക് ഉസ്താദിൽ നിന്ന് ആഗ്രഹിക്കുന്ന വേറെ ചില വാക്കുകളാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. അതനുസരിച്ചാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട്. ഈ കൂട്ടർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മോഡിയുടെ ഗുജറാത്തിലും ഉസ്താദിന് നൂറുകണക്കിന് പള്ളി മദ്രസ ഉണ്ട്. യോഗിയുടെ യുപിയിലും ഉസ്താദിന് പള്ളി മദ്രസ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉസ്താദിന് പള്ളിയും മദ്രസയും ഉസ്താദിനുണ്ട്. ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന അസൽ ദീനാണ്, സലാത്തും സിക്റുമാണ്. ഹുക്കൂമത്തെ ഇലാഹിയും ഭീകരവാദവും അവിടെ പഠിപ്പിക്കില്ല. അതാരും പ്രതീക്ഷിക്കണ്ട. അവിടെ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് പറഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരം ഉസ്താദ് മോഡിയെ കണ്ടാല് മോഡി ഭക്തന്, ആർ എസ് എസുമായി ജമാഅത്ത് ഇസ്ലാമി രഹസ്യ ചർച്ച നടത്തിയാല് അത് മതപുരോഗതി, മതസ്നേഹം. കാന്തപുരം ഉസ്താദ് സ്റ്റേജിലേക്ക് ബിജെപിക്കാരെ കൊണ്ടുവന്നാല് സംഘിച്ചാനന്, വഹാബികളും മൗദൂദികളും അല്ലാത്തവരും ബിജെപിക്കാരെ വിളിച്ച് സമ്മേളനത്തിലേക്ക് വിളിച്ചാല് അത് മതസൗഹാർദ്ദം. ഈ അസുഖം വേറെയാണ്. ആ പരിപ്പിട് വേവൂല. വേറെ ചില കൂട്ടരുണ്ട്. ഒരു തലകെട്ട് കെട്ടിയ ഒരു മൂലിയാര് ഡൽഹിയിൽ ചെന്നിട്ട് ഒരാളെ സഹായമില്ലാതെ അരമണിക്കൂറൊക്കെ മോഡിയുമായിട്ട് ചർച്ച നടത്തുക. ഇത് പലരെ കണ്ട് ഉൾക്കൊള്ളാൻ കാണില്ല. കൂട്ടരെ കാലം മാറിയിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചെടുത്ത് ഉസ്താദിനെ കിട്ടൂല. ഉസ്താദ് ഈ സമുദായത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്, പണ്ഡിതന്മാരെ മാറ്റിയെടുത്തിട്ടുണ്ട്, എല്ലാത്തിനും പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പള്ളി മൂലയിൽ ഒതുങ്ങിക്കൂടിയ പണ്ഡിതന്മാരെ അല്ല ഇപ്പോഴത്തെ പണ്ഡിതന്മാര്. അവർ ലോകം തിരിഞ്ഞവരാണ്, ലോകം മനസ്സിലാക്കിയവരാണ്. അവർ സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കും, മതസൗഹാർദ്ദത്തിന്റെ ഭാഷ സംസാരിക്കും. അതാണ് സ്നേഹത്തിന്റെ ഭാഷ. അതാണ് മതം വിഭാവനം ചെയ്യുന്ന സൗഹൃദത്തിന്റെ സന്ദേശം. അതാണ് കാന്തപുരം ഉസ്താദ് വിളംബരം ചെയ്യുന്നത്. അല്ലാതെ ഭീകരവാദവും ഹുക്കൂമത്തെ ഇലാഹിയും തീവ്രവാദമൊന്നുമല്ല. അതിന് ഉസ്താദ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങളെ സമയം നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തും. ഉസ്താദിന്റെ പിന്നിൽ ഓടിയിട്ട് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളെ എവിടെയും എത്തൂല, എവിടെയും എത്താൻ പോണില്ല.